ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സുഴിൽ എന്ന സീരീസിന്റെ സീസൺ 2 സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് പാർട്ട് വീഡിയോ ഇതുവരെയും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ലൈവ് ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പോലീസുകാരെല്ലാം ആകെ കൺഫ്യൂഷനിലാണ്. ഇത്രയും പെൺകുട്ടികൾ വന്നിട്ട് തങ്ങളാണ് ചെല്ലപ്പയെ കൊന്നതെന്ന് പറഞ്ഞത് കാരണം. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ അവർ തീരുമാനിക്കുന്നു. അവരുടെ കോൾ റെക്കോർഡ്സും എല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ആദ്യ സക്കര ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നാച്ചി എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി പറയുന്നുണ്ട്, അന്ന് രാത്രി ഞാൻ ചെല്ലപ്പയെ കാണാൻ കോട്ടേജിൽ പോയി. ഞാൻ കതവിന് മുട്ടിയപ്പോൾ അയാൾ കതക് തുറന്നു. അയാൾ നേരെ അവിടെ ഉണ്ടായിരുന്ന കസേരയിലേക്ക് പോയിരുന്നു. അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ ടേബിളിൽ ഗണ്ണിരിക്കുന്ന കാണുകയും അയാൾ ആ ഗണ്ണിലേക്ക് നോക്കുന്നതും കണ്ടു. ഞാനും ആ ഗണ്ണിലേക്ക് നോക്കി. അടുത്ത നിമിഷം അയാൾ ആ ഗണ്ണെടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഗണ്ണെടുത്ത് അയാളെ ഷൂട്ട് ചെയ്തു. ഞാൻ അയാളെ കൊല്ലുമെന്ന് അയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ മുഖത്ത് പെട്ടെന്നൊരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നു. ഇത്രയാണ് ആ പെൺകുട്ടി പറഞ്ഞു നിർത്തുന്നത്. അതിനുശേഷം സക്കർ ചോദിച്ച ഒരു ക്വസ്റ്റിനും ആ പെൺകുട്ടി ഒരു ഉത്തരവും നൽകിയില്ല. അവൾ ആരാണെന്നോ എന്തിനാണ് അവിടെ പോയതെന്നോ അയാളെ എന്തിനു കൊന്നു, എങ്ങനെ അവിടെ നിന്നും തിരിച്ചിറങ്ങി, ഒരു ചോദ്യങ്ങൾക്കും അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവൾ മിണ്ടാതിരിക്കുകയായിരുന്നു. അടുത്തതായിട്ട് മുപ്പി എന്ന് പറയുന്ന പെൺകുട്ടി ചോദ്യം ചെയ്യുമ്പോഴും നാച്ചി എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് അവളും പറയുന്നത്. ബാക്കിയുണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളും ഇതേ കഥ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നിലും ഒരു വ്യത്യാസവുമില്ല. അത്രയും പറഞ്ഞിട്ട് അവർ പിന്നെ മിണ്ടാതിരിക്കുകയും ചെയ്യും. ഒടുവിൽ ആ വക്കീലായ ഗാന്ധാരി എന്ന് പറയുന്ന പെൺകുട്ടിയോട് ഇവർ ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് താൻ സിംഗിൾ ആണെന്ന്. അങ്ങനെ ബാക്കിയുള്ള പെൺകുട്ടികളെ പറ്റി അന്വേഷിക്കുമ്പോഴും അവരെല്ലാം തന്നെ സിംഗിൾ ആയിരുന്നു. ആർക്കും തന്നെ ഫാമിലി ഇല്ല. ആരുടെയും ഫാമിലിയെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും കിട്ടുന്നില്ല. എല്ലാവരും പലയിടങ്ങളിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നു. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒന്നും തന്നെ ഇവർക്ക് തെളിവുകളായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവരെ ഓരോരുത്തരെയും മുത്തുവിന്റെ ഫോട്ടോയും ബാക്കി മറ്റു പെൺകുട്ടികളുടെ ഫോട്ടോയും എല്ലാം തന്നെ കാണിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആരെ അറിയില്ല എന്ന്. വെറുതെ മറ്റുള്ളവരുടെ ഫോട്ടോ കാണിച്ച സമയം കളയണ്ട, ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് തരാൻ ഇവിടെ വന്നത് അത് എഴുതാനാണ് പറയുന്നത്. ഒടുവിൽ സന്തനം എന്ന് പറയുന്ന പെണ്ണിനോട് സക്കര ചോദിക്കുന്നുണ്ട്, അന്ന് രാത്രി നീ ചെല്ലപ്പയുടെ കോട്ടേജിൽ പോയി എന്ന് പറയുന്നതിന് പ്രൂഫ് എന്താണെന്ന്. ചെല്ലപ്പ പച്ച ഷർട്ടും വെള്ള മുണ്ടുവാൻ ഉടുത്തിരുന്നതെന്നും ആ മുണ്ടിന്റെ സൈഡിലായിട്ട് കുറച്ച് മണ്ണ് പറ്റിയിട്ടുണ്ടായിരുന്നു എന്നും അവൾ പറയുന്നു. അവൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ ചെല്ലപ്പയെ അന്ന് രാത്രി കണ്ടിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഈ പെൺകുട്ടികളുടെ കുറെ മാസങ്ങളായിട്ടുള്ള ഫോൺ റെക്കോർഡ്സ് എല്ലാം തന്നെ പരിശോധിച്ചെങ്കിലും ഒന്നിലും തന്നെ ഇവർ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോളോ മെസ്സേജോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇവരെല്ലാവരും തന്നെ ചെല്ലപ്പയുമായിട്ടും കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അയാളെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ 8 പെൺകുട്ടികളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നവരാണ്. അമ്മയെന്നോ അച്ഛനോ സഹോദരനോ പറഞ്ഞിട്ട് ആരും തന്നെ ഇല്ല ഇവർക്ക്. അവർ താമസിക്കുന്നിടത്തോ ജോലി ചെയ്യുന്നിടത്തോ അവരാരോടും തന്നെ അധികം ക്ലോസ് ആയിരുന്നില്ല. അതേസമയം ഇവിടെ ജയിലിലാകട്ടെ നന്ദിനിയും നന്ദിനിയുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരും സരോജയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. അതിലൊരു സ്ത്രീ ആകട്ടെ സ്വന്തം ഹസ്ബൻഡിനെ കൊന്ന ശേഷമാണ് ജയിലിൽ വന്നിട്ടുണ്ടായിരുന്നത്. അവർ ഇവിടെ വെച്ചായിരുന്നു പ്രസവിച്ചതും. അതുകൊണ്ട് കുഞ്ഞ് 5 വയസ്സ് വരെയും ഇവിടെയാണ് താമസിച്ചിരുന്നത്. എന്നാൽ 6 വയസ്സാകുമ്പോഴേക്കും കുട്ടിയെ ജയിലിൽ നിന്ന് മാറ്റുമായിരുന്നു. പുറത്തു പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ആരും തന്നെ ഉണ്ടാകില്ല. ബന്ധുക്കാരുടെ വീട്ടിൽ നിർത്തുന്നതിനേക്കാൾ നല്ലത് ഗവൺമെന്റ് ഹോമിലേക്ക് അയക്കുന്നതാ നല്ലതെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ വാർഡിനോട് സംസാരിച്ചിട്ട് ശരിയാക്കാമെന്ന് സരോജ് അവർക്ക് വാക്കു കൊടുക്കുന്നു. മാത്രമല്ല എപ്പോഴും ഇവിടെ തന്നെ നിൽക്കാതെ തന്റെ റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ TV ഉണ്ടെന്നും കുറച്ചുനേരം TV കാണാമെന്നും ആ കുട്ടിയോട് അവർ പറയുന്നു. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാവരെയും തന്നെ നല്ല രീതിയിൽ സരോജ സഹായിക്കാറുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ നന്ദിനിയെ അവിടുത്തെ വാർഡൻ വിളിക്കുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നന്ദിനി ശരിക്കും ഞെട്ടിപ്പോയി. കാരണം അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവളുടെ വക്കീൽ ചെല്ലപ്പ മരിച്ച വിവരം. അതവളെ വല്ലാതെ ഷോക്കിലാഴ്ത്തി. ചെല്ലപ്പ മരിച്ചതുകൊണ്ട് തന്നെ അവൾക്കിനി പുതിയൊരു വക്കീൽ വരും. അങ്ങനെയാണെങ്കിൽ വീണ്ടും റീട്രയൽ ഉണ്ടാവും. അതായത് ഫൈനൽ ഹിയറിംഗിനോട് അടുത്തുകൊണ്ടിരുന്ന അവളുടെ ആ കേസ് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങേണ്ട അവസ്ഥയായി. പഴയതെല്ലാം അവൾ വീണ്ടും കോടതിയിൽ പറയേണ്ടി വരും. എല്ലാം കൊണ്ട് നന്ദിനി ആകെ മാനസികമായി തളർന്നു. അതേസമയം ഇവിടെ സക്കര എത്ര ആലോചിച്ചിട്ടും ഈ പെൺകുട്ടികൾക്കും ചെല്ലപ്പയ്ക്കും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. തൽക്കാലം അവരെ ഈ ലോക്കപ്പിൽ തന്നെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരെയും തന്നെ വിചാരണ തടവുകാരെ ഇടുന്ന ജയിലിലേക്ക് വിടുന്നു. അതായത് നമ്മുടെ നന്ദിനിയുള്ള ജയിലിലേക്ക്. ആ വണ്ടിയിൽ പോകുന്ന സമയത്ത് പോലും അവരാരും പരസ്പരം ഒന്നും മിണ്ടിയിരുന്നില്ല. അങ്ങനെ അവരെ എല്ലാവരെയും ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്നിരുന്ന നന്ദിനിയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിയുമ്പോൾ നന്ദിനിയെ സക്കര അവിടേക്ക് വിളിപ്പിക്കുന്നു. ചെല്ലപ്പയുടെ മരണത്തെ പറ്റിയും ഈ 8 പെൺകുട്ടികളെ പറ്റിയും നന്ദിനിയോട് അവൻ പറയുന്നുണ്ട്. മാത്രമല്ല ഇവരെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവന് നന്ദിനിയുടെ ഹെൽപ്പ് ആവശ്യമുണ്ടായിരുന്നു. ഈ 8 പേരും ഇതേ ജയിലിൽ തന്നെയായിരിക്കും. 1-2 പേരെ നിന്റെ ബ്ലോക്കിലോട്ട് മാറ്റാൻ ഞാൻ എങ്ങനെയെങ്കിലും റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ കുടുംബത്തെ പറ്റിയോ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയോ എന്തെങ്കിലും ലിങ്ക് നിനക്ക് കിട്ടുവാണെങ്കിൽ അത് അപ്പൊ തന്നെ എന്നെ അറിയിക്കണമെന്നും അവൻ പറയുന്നു. സെല്ലിലേക്ക് വിടുന്നതിന് മുമ്പ് അവരുടെ എല്ലാം ഡ്രസ്സ് അഴിപ്പിച്ച് പരിശോധിക്കുകയും അവരുടെ ആഭരണങ്ങളെല്ലാം തന്നെ അഴിച്ചു മാറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും സെല്ലിലേക്ക് പോകാൻ നേരത്ത് നന്ദിനിയും വനജയും ചേർന്നിട്ട് അവരെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നാൽ അവരാരും തന്നെ മൈൻഡ് ചെയ്യാതെ ഉള്ളിലേക്ക് പോയി. ആഹാരം കഴിക്കുന്നിടത്തും പുറത്തും എല്ലാം തന്നെ മറ്റു തടവുകാര് ഇവരുമായിട്ട് വഴക്കിടുന്നതും ഇവർക്ക് ആഹാരം കൊടുക്കാതിരിക്കുന്നതും അവരെ ശല്യം ചെയ്യുന്നതും ഒക്കെ കണ്ടിട്ട് നന്ദിനിയായിരുന്നു അത് ഇടപെട്ടത്. പുതിയ ആൾക്കാരാണെന്നും അവരെ വെറുതെ വിടാനും പറയുന്നുണ്ട് നന്ദിനി. അങ്ങനെ പതിയെ അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ. അതേസമയം ഇവിടെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം എല്ലാം തന്നെ കഴിഞ്ഞിട്ട് ചെല്ലപ്പയുടെ ബോഡി വിട്ടുകിട്ടിയിരുന്നു. നാളെ തന്നെ അടക്കം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ സുന്ദറിനെ വിളിച്ചു പറയുന്നു. അതേസമയം 8 പെൺകുട്ടികളിൽ 2 പേരാകട്ടെ നന്ദിനിയുടെ സെല്ലാണ് കിടക്കാൻ വരുന്നത്. അതിൽ വോളിബോൾ ഒക്കെ കളിക്കുന്ന ഈ പെൺകുട്ടിയുടെ പേര് വീര എന്നും സ്പെക്സ് വെച്ച ഈ പെൺകുട്ടിയുടെ പേര് മുപ്പി എന്നുമാണ്. അവര് 2 പേരും അവിടെ വന്ന് കിടന്നു കഴിയുമ്പോൾ നന്ദിനി എഴുന്നേറ്റ് ആ പോലീസുകാരിയോട് പറയുന്നുണ്ട്, നാളെ എനിക്കൊരു ഫോൺ
ചെയ്യണം, എന്റെ പേരൊന്ന് രജിസ്റ്ററിൽ എഴുതാൻ. എന്നിട്ട് അവള് വന്ന് വനജയോടെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. തന്റെ വക്കീൽ ചെല്ലപ്പ മരിച്ചത് കാരണം ഇനി പുതിയ വക്കീലിനെ റെഡിയാക്കണമെന്നും അതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണമെന്നും. ഇത് കേട്ടതും ആ വീര എന്ന് പറയുന്ന പെൺകുട്ടി ചാടി എഴുന്നേറ്റ് അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ചെല്ലപ്പയെ അറിയാമോ എന്ന്. അറിയാം, നിനക്കറിയാമോ എന്ന് തിരിച്ച് നന്ദിനി ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി ഒന്നും മിണ്ടാതെ കിടന്നു. അങ്ങനെ സമയം കുറെ കടന്നുപോയി. ആ സെല്ലിൽ ഒരു ലൈറ്റ് ആകട്ടെ കത്തി അണിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അത് കാണുമ്പോൾ മുപ്പിയാകട്ടെ വല്ലാതെ ഭയപ്പെടുകയും കുറച്ചു കഴിയുമ്പോൾ അവൾക്ക് ഫിറ്റ്സ് വരികയും ചെയ്യുന്നു. അത് കണ്ടുകൊണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നത് നന്ദിനിയും വനജയുമായിരുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ട് പോലീസുകാരെ വിളിക്കുകയും മുപ്പിയെ സെല്ലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ആ കമ്പിയിലേക്ക് കൈകൊണ്ട് പിടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം തന്നെ വീരൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഒന്നും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതേസമയം പിറ്റേന്ന് ചടങ്ങുകൾക്ക് സുന്ദരനെ കാണാത്ത കാരണം അവനെ അന്വേഷിച്ച് സക്കരയാകട്ടെ നേരെ ചെല്ലുന്നത് ദാമുവിന്റെ അടുത്താണ്. ദാമു ആകട്ടെ ചെല്ലപ്പയുടെ മരണത്തിൽ ഒരുപാട് ദുഃഖിതനായിരുന്നു. അയാളുടെ അവസാന ചടങ്ങുകളിൽ പോലും തനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നും താൻ കാപ്പിട്ടേക്കുന്നത് കൊണ്ട് വ്രതം തെറ്റിക്കാൻ പറ്റില്ല എന്നും അവൻ പറയുന്നു. സുന്ദർ എവിടെയുണ്ടാകുമെന്ന് ഏകദേശ ഊഹം ദാമുവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുന്ദരനെ കണ്ടുപിടിക്കാൻ സക്കരയുടെ കൂടെ ദാമുവും പോകുന്ന വഴിയില് ദാമു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഫെസ്റ്റിവൽ തീരുന്നതോടുകൂടി ഈ വേഷം ഒഴിച്ചു വെച്ചിട്ട് നമ്മുടെ ഉള്ള ദേഷ്യവും പാപവും സങ്കടവും എല്ലാം തന്നെ ഈ കടലിൽ ഒഴുക്കി കളയാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ കാപ്പൂരി മാറ്റുന്നതും. 14 വർഷമായിട്ട് അവൻ ഈ വേഷം കെട്ടിയിരിക്കുകയാണ്. തുടർച്ചയായി അത്രയും കാലം കെട്ടിയെങ്കിൽ മാത്രമേ അവൻ ഇനി ദേവിയുടെ വേഷം കെട്ടാൻ പറ്റുമായിരുന്നുള്ളൂ. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ ഈ കാപ്പൂരി മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ വീണ്ടും അവൻ ഒന്നേന്ന് പറഞ്ഞു തുടങ്ങണം. അങ്ങനെ അതും സംസാരിച്ച് അവർ നേരെ എത്തുന്നത് സുന്ദറിന്റെ അടുത്തേക്കാണ്. മരിക്കുന്നതിന് മുൻപ് തന്നെ സുന്ദർ ചെല്ലപ്പയോട് കാണിച്ചിരുന്ന അകൽച്ചയൊക്കെ കാരണം അയാൾ അതെല്ലാം ആലോചിച്ച് നല്ലപോലെ മദ്യപിച്ച് അബോധാവസ്ഥയിലായിരുന്നു. ഒരു വിധത്തിൽ ദാമുവും ചക്കരയും അയാളെ കണ്ടുപിടിക്കുന്നു. എന്നാൽ അയാൾ ആകെ സങ്കടത്തിൽ പറയുന്നുണ്ട്, ഇനി എനിക്ക് എന്റെ അച്ഛനോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്ന്. അയാളുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ദാമു ആകെ സങ്കടത്തിലായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അയാളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോയി അടക്കം ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ആ ചിതയ്ക്ക് കൊള്ളിവെക്കാൻ പോലും അയാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയധികം തളർന്ന അവസ്ഥയിലായിരുന്നു സുന്ദർ ഉണ്ടായിരുന്നത്. ഇത് കണ്ടുകൊണ്ട് സഹിക്കവയ്യാതെ ദാമു ആകട്ടെ തന്റെ കയ്യിലെ കാപ്പഴിച്ചു മാറ്റിയ ശേഷം സുന്ദറിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ ചിതയ്ക്ക് തീ കൊളുത്തുന്നു. അവിടെയാണ് 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. 4ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ജയിലിലെ എല്ലാവരും കുളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ 8 പെൺകുട്ടികളെ നന്ദിനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു പെൺകുട്ടിയാകട്ടെ കുളിക്കാൻ കയറിയപ്പോ ആ ജയിലിലെ തന്നെ ഒരു തടവുകാരി ഉള്ളിലേക്ക് കയറുകയും അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് തടഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കുന്നത് നന്ദിനിയാണ്. ബാക്കി ആരും തന്നെ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. നന്ദിനി അവളെ രക്ഷിക്കാൻ വന്നെങ്കിലും ആ പെൺകുട്ടിയും തിരിച്ച് നല്ലപോലെ റിയാക്ട് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന സമയത്തും തന്നെ ഉപദ്രവിക്കാൻ വന്ന ആ സ്ത്രീകളെ ആ പെൺകുട്ടി ചീത്ത വിളിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും മറ്റു പോലീസുകാരെ വന്ന് ഇടപെടുകയും അവരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ആ പെൺകുട്ടിയാകട്ടെ നന്ദിനിയോട് പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടതാണെന്നും ഹോസ്റ്റലിലും ഇതൊക്കെ കുറെ അനുഭവിച്ചതാണെന്നും ഇവർക്കൊക്കെ വേണ്ടത് സെക്സ് മാത്രമല്ല അധികാരം കൂടിയാണ്. ഇതിൽ നിന്ന് നന്ദിനിക്ക് മനസ്സിലായി ആ പെൺകുട്ടി സ്കൂളിലും കോളേജിലും എല്ലാം തന്നെ ഹോസ്റ്റലിലാണ് നിന്നിരുന്നതെന്ന്. പിന്നീട് സക്കരയാകട്ടെ ഈ പെൺകുട്ടികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തിരയുമ്പോൾ ഇവരുടെ കുറെ റീൽസ് എല്ലാം തന്നെ കാണുന്നുണ്ട്. ഒന്നിൽ മുത്താകട്ടെ ഡാൻസ് കളിക്കുന്നതും മറ്റൊന്നിൽ നിയമത്തെ പറ്റി ഗാന്ധാരി സംസാരിക്കുന്നതും ഒക്കെയായിരുന്നു ആ വീഡിയോസ്. അക്കൂട്ടത്തിൽ ആകെ 2-3 പേർക്ക് മാത്രമേ ലവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവരുടെ ബോയ് ഫ്രണ്ട്സിന് ആരും തന്നെ അവരെ കുറിച്ച് കൂടുതൽ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അവര് പഠിച്ച സ്കൂളോ കോളേജോ ഒന്നും തന്നെ അറിയില്ല. കൊല നടന്ന ആ രാത്രിയിലാകട്ടെ ആ പെൺകുട്ടികളുടെ ഫോൺ ലൊക്കേഷൻസ് നോക്കുമ്പോൾ എല്ലാം തന്നെ അവരുടെ വീട്ടിലായിരുന്നു. ഫോൺ ലൊക്കേഷൻ നോക്കുമ്പോൾ അവരുടെ താമസ സ്ഥലത്താണെങ്കിലും അവരെല്ലാവരും ക്രൈം സ്പോട്ടിൽ വന്നിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റും. കാരണം മുത്ത് ക്രൈം സ്പോട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവളുടെ ഫോണിന്റെ ലൊക്കേഷൻ അവൾ താമസിക്കുന്നിടത്തായിരുന്നു. അതിനർത്ഥം ഇവർ ആരും തന്നെ ഫോൺ കൊണ്ടുവന്നിട്ടില്ല എന്നതാണ്. ചെല്ലപ്പയുടെ അസിസ്റ്റൻസിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ അയാൾ ഒരു 10 വർഷമായിട്ട് ഏതോ ഒരു വലിയ കേസ് ഫോളോ ചെയ്യുകയായിരുന്നു എന്നും അതിനെപ്പറ്റി തങ്ങളോട് പോലും പറഞ്ഞിട്ടില്ല എന്നും അവർ പറയുന്നു. ആ കേസിൽ ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പോലും സാറിന്റെ ലാപ്ടോപ്പിൽ ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ കോട്ടേജിൽ നിന്ന് അയാളുടേതായിട്ട് ഒരു ലാപ്ടോപ്പും തന്നെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനർത്ഥം ആ ലാപ്ടോപ്പ് മിസ്സിംഗ് ആണ്. മാത്രമല്ല അവർ പറയുന്നുണ്ട്, സാർ ഇടപെട്ട ഒരുപാട് കേസുകൾ സാർ വിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ആ പ്രേമവത എന്ന് പറയുന്ന സ്ത്രീയുമായിട്ടുള്ള കേസ് മാത്രം അങ്ങനെ നീണ്ടു പോകുകയായിരുന്നു എന്ന്. അവരെ പറ്റി പറഞ്ഞതും സക്കര പറയുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന്. അത് മൂർത്തിയിലും എന്തൊക്കെയോ ഡൗട്ടുകൾ ഉണ്ടാക്കി. സക്കര ഇത് സംസാരിക്കാത്തതിന് കാരണം ആ പ്രേമവതയായിട്ട് മൂർത്തിക്ക് കണക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അത് മനസ്സിലാക്കിയ മൂർത്തിയാകട്ടെ സക്കരയുടെ വന്ന് സംസാരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനും ചെല്ലപ്പയും തമ്മിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലാന്ന്. ഇനിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. മൂർത്തിക്കെതിരെ കേസ് കൊടുത്തതിന്റെ പേരിൽ മൂർത്തിയാകട്ടെ ചെല്ലപ്പ എടുത്ത് സംസാരിക്കാൻ പോയിരുന്നു. ആ പ്രിയംവദ എന്ന് പറയുന്ന സ്ത്രീയാകട്ടെ സ്കൂൾ വിപുലീകരിക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്ഥലം വാങ്ങിയിരുന്നു. ആ സ്ഥലം വാങ്ങിയത് മൂർത്തിയുടെ പേരിലാണ്. തന്റെ മകന് അവിടെ അഡ്മിഷൻ കൊടുക്കാമെന്നും അവനെ അവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്നും പറഞ്ഞതുകൊണ്ടാണ് തന്റെ പേരിൽ ആ സ്ഥലം വാങ്ങാൻ അയാൾ സമ്മതിച്ചതെന്ന് മൂർത്തി ചെല്ലപ്പയോട് പറയുന്നു. അല്ലാതെ പാവപ്പെട്ട ആൾക്കാരുടെ കൃഷിയുടെ എല്ലാം നികത്തിയിട്ടാണ് ഇവരിത് പണിയാൻ പോകുന്നതെന്നും അതിന്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നൊന്നും തന്നെ തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നും മൂർത്തി പറയുന്നു. എന്നാൽ ചെല്ലപ്പ പറയുന്നുണ്ട് അങ്ങനെയൊന്നും നടക്കില്ല എന്ന്. കാരണം പ്രേമവതയുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാകട്ടെ തനിക്ക് കൈക്കൂലിയായിട്ടാണ് ആ ഒരു സ്ഥലം തന്നത് തന്നെ. അതുകൊണ്ട് അതെനിക്ക് കാണിച്ചെങ്കിൽ മാത്രമേ അവർക്കെതിരെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. തന്റെ മകനെ വേണമെങ്കിൽ ആ സ്കൂളിൽ നിന്ന് മാറ്റാമെന്നും ആ വാങ്ങിച്ച ലാൻഡ് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് അവർക്ക് തന്നെ എഴുതി കൊടുക്കാമെന്നും ഒക്കെ അയാൾ പറയുന്നുണ്ട്. എന്നാൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ചെല്ലപ്പയുടെ തീരുമാനം. പിന്നെ കേസ് അയാൾക്ക് മുന്നോട്ട്
കൊണ്ടുപോകണമെങ്കിൽ എന്നെയും കൂടെ അതിൽ ചേർത്തെങ്കിലേ പറ്റുമായിരുന്നു. അങ്ങനെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്നല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ തനിക്ക് ചെല്ലപ്പയുമായിട്ടില്ലായിരുന്നു എന്ന് മൂർത്തിയാകട്ടെ ചക്കരയോട് പറയുന്നു. അങ്ങനെ അവര് ആ പ്രേമവത എന്ന് പറയുന്ന ആ സ്ത്രീയെ കാണാൻ പോകുന്നു. സ്കൂളിലെത്തി അവരെ കാണാൻ നേരത്ത് ആ പെൺകുട്ടികളുടെ ഫോട്ടോസ് എല്ലാം തന്നെ അവരെ കാണിക്കുന്നുണ്ട്. എന്നാൽ അവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് കാണിച്ചപ്പോൾ പ്രേമവതയുടെ ഉള്ളിൽ ഒരു ചെറിയ ഞെട്ടലുണ്ടായിരുന്നു. എന്നാൽ തനിക്ക് ആരെയും തന്നെ അറിയില്ല എന്ന് ആ സ്ത്രീ പറയുന്നു. ചക്കര പറയുന്നുണ്ട്, ചെല്ലപ്പയ്ക്ക് നിങ്ങളുടെ കേസുമായിട്ട് കുറെ കാലമായിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല ചെല്ലപ്പ മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് അവസാനമായിട്ട് വന്ന കോളും നിങ്ങളുടേതായിരുന്നു. അതുകൊണ്ടൊന്നും തന്നെ എനിക്ക് ഈ മർഡർ കേസിൽ ഒരു പങ്കുമില്ല എന്നാണ് പ്രേമവത പറയുന്നത്. ആ ലാൻഡ് കേസിന്റെ പേരിൽ പലപ്പോഴും അയാൾ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ആ കേസുകൾ കുറച്ച് നാളായിട്ട് നീണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അതിന്റെ പേരിൽ നിങ്ങൾ മർഡർ കേസിലൊന്നും എന്നെ പെടുത്താൻ നോക്കണ്ട. ജയിലിലാകട്ടെ നന്ദിനി മുപ്പിയെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ട്. തലേന്ന് രാത്രി തന്നെ രക്ഷിച്ചതിൽ മുപ്പി അവളോട് നന്ദിയും പറയുന്നു. എങ്ങനെ ഇടയ്ക്ക് വരാറുണ്ടോന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് ചെറുപ്പത്തിലെ വരാറുണ്ടെന്ന്. സ്കൂളിലും കോളേജൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഹോസ്റ്റൽ വാർഡൻ പറയുമായിരുന്നു രാത്രിയിൽ സിനിമ കണ്ടിരുന്നിട്ടും പേടിച്ചിട്ടും ഒക്കെയാണെന്ന്. പക്ഷെ ആ റൂമിലെ കത്തിയണയുന്ന ലൈറ്റ് ആയിരുന്നു പ്രശ്നം എന്നുള്ള കാര്യം അവർക്ക് ഇന്നും അറിയില്ല. അപ്പൊ നമ്മുടെ സെല്ലിലെയും ആ ലൈറ്റ് തന്നെയാണോ പ്രശ്നമെന്ന് നന്ദിനി അവളോട് ചോദിക്കുമ്പോൾ അതേന്ന് അവള് പറയുന്നു. ആ ലൈറ്റ് എങ്ങനെ കത്തിയണയെന്ന് കാണുമ്പോൾ അവൾക്ക് പേടിയാവുകയും അങ്ങനെ ഫിറ്റ്സ് വരികയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്ദിനി നേരെ പോയി സരോജയോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ സെല്ലിലെ ആ കേടായ ലൈറ്റ് മാറ്റാൻ പറ്റുമോ എന്ന്. ചെയ്യാമെന്ന് അവർ വാക്കും കൊടുക്കുന്നു. അന്നത്തെ ദിവസത്തെ തന്റെ ജോലികളെല്ലാം വനജയെ ഏൽപ്പിച്ച ശേഷം നന്ദിനി ആകട്ടെ ഈ ഓരോ പെൺകുട്ടികളോടും പോയിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുകയായിരുന്നു. ആ ജയിൽ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടമുണ്ടായിരുന്നു. അവിടെ എല്ലാം തന്നെ കുറച്ച് ആൾക്കാർ ക്ലീൻ ആക്കുന്നുണ്ട്. അവിടെ ജോലിയെടുത്തോണ്ടിരുന്ന ഗാന്ധാരിയുടെ അടുത്തും നന്ദിനി പോയി സംസാരിക്കുന്നു. അതിനുശേഷം അവൾ ടോയ്ലറ്റിന്റെ ഏരിയയിൽ വരുമ്പോൾ വീര ഇരുന്ന് ടോയ്ലറ്റ് കഴുകുകയായിരുന്നു. കൂട്ടത്തിൽ നിനക്കാണല്ലോ ഏറ്റവും കഷ്ടപ്പെട്ട ജോലി എന്ന് പറയുമ്പോൾ വീര പറയുന്നുണ്ട്, ഇതൊക്കെ എനിക്ക് പണ്ട് മുതലേ ചെയ്ത ശീലമാണെന്ന്. സ്കൂൾ കോളേജ് ഹോസ്റ്റലെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന്. ഇങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുന്നതിൽ നിന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഈ 8 പേരും ഹോസ്റ്റലിൽ ജീവിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന്. ഇവരാരും തന്നെ സ്വന്തം ഫാമിലിയുടെ കൂടെ ജീവിച്ചവരല്ല. അതേസമയം ഇവിടെ ചെല്ലപ്പയുടെ അസ്ഥി ഒഴുക്കുന്ന ചടങ്ങിലായിരുന്നു സക്കരയും സുന്ദറും മാലതയും. സുന്ദർ മാലതയോട് ചോദിക്കുന്നുണ്ട് ദാമു ഇവിടെയെന്ന്. താൻ ദാമുവിനെ വിളിച്ചില്ല എന്നാണ് മാലതി പറയുന്നത്. അവനെ എന്താ വിളിക്കാഞ്ഞെന്ന് ചോദിച്ചിട്ട് സുന്ദർ ദേഷ്യപ്പെടുന്നു. സക്കര അത് മാലതയോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ വിട്ടുപോയതാണെന്ന്. അവൻ 14 വർഷമായിട്ട് വേഷം കെട്ടിക്കൊണ്ടിരിക്കുക. ഒരു വർഷം കൂടി വേഷം കെട്ടിക്കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത വർഷം അവന് ദേവിയുടെ വേഷം കെട്ടാമായിരുന്നു. എന്നാൽ ചിതയ്ക്ക് തീ കൊളുത്തുന്ന സമയത്ത് സുന്ദറിനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റാത്ത കാരണം അവൻ തന്റെ കാപ്പൂരിയിട്ടാണല്ലോ ചിത കൊളുത്തിയത്. അത് കാരണം ഇനി അവന് വേഷം കെട്ടാൻ പറ്റില്ല. ആദ്യം മുതൽ ഒന്നേന്ന് പറഞ്ഞു തുടങ്ങണം. അവന്റെ ഈ 14 വർഷവും വേസ്റ്റായി. അത് കേട്ടപ്പോഴാണ് സക്കരയും ആ കാര്യം ചിന്തിക്കുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് അവൻ വേഷം കെട്ടി വന്നിട്ട് ചെല്ലപ്പയുടെ ചിതയ്ക്ക് തീ കൊളുത്താൻ വേണ്ടിയിട്ട് അവൻ എന്തിനായിരിക്കും ആ കാപ്പൂരിതെന്ന് അവൻ ചിന്തിക്കുന്നു. അങ്ങനെ ദാമുവിനെ തേടി സക്കര പോവുകയാണ്. സക്കര ചെന്ന് നോക്കുമ്പോ ദാമു ആകട്ടെ ആ കടലിൽ കുളിച്ചുകൊണ്ട് തന്റെ ദേഹത്തുണ്ടായിരുന്ന ആ വേഷമെല്ലാം തന്നെ ഒഴുകിക്കളയുകയും ആ നിറങ്ങളെല്ലാം കഴുകിക്കളയുകയും ചെയ്യുകയായിരുന്നു. അവൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ സക്കരയുടെ മനസ്സിലേക്ക് വരുന്നു. ഫെസ്റ്റിവലിന്റെ സമയത്ത് വേഷം അഴിച്ചു വെക്കുമ്പോൾ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം തന്നെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ സമുദ്രത്തിൽ വന്ന് കുളിക്കാറുണ്ടെന്ന്. അത് മനസ്സിൽ വന്ന സക്കരയാകട്ടെ അവനെ വിളിക്കുകയും നീ എന്തിനാണ് കാപ്പൂരിയതെന്നും ഇപ്പോൾ എന്ത് പാപം കളയാൻ വേണ്ടിയിട്ടാ നീ ഇവിടെ കുളിക്കുന്നതെന്നും ചോദിക്കുന്നു. അത് കേട്ടതും ദാമു അവിടെ നിന്ന് പേടിച്ചോടുകയാണ്. സക്കര കുറെ ദൂരം പോയെങ്കിലും ദാമുവിനെ അവനെ പിടിക്കാൻ സാധിച്ചില്ല. ഇവരിങ്ങനെ ഓടുന്നതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളായ ഫെർണാണ്ടസും കൂട്ടരും കാണുന്നുണ്ടായിരുന്നു. ദാമു ആകട്ടെ ഒരു ചെറിയ ബോട്ടും എടുത്ത് കടലിന്റെ ഉള്ളിലേക്ക് പോയത് കാരണം സക്കരയ്ക്ക് പിറകെ പോകാനും പറ്റിയില്ല. ആ സമയത്ത് നന്ദിനിയുടെ കോള് സക്കരയ്ക്ക് വരുന്നുണ്ട്. ആ പെൺകുട്ടികളെ എല്ലാം തന്നെ കണക്ട് ചെയ്യുന്നത് ഹോസ്റ്റലാണെന്നാണ് അവള് പറയുന്നത്. അവരെല്ലാവരും തന്നെ ചെറുപ്പത്തില് സ്കൂൾ മുതലേ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചവരാണ്. അങ്ങനെ അവര് അവിടെയുള്ള ഹോസ്റ്റലുകളെല്ലാം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഒരു ഹോസ്റ്റലിൽ നിന്നും അവരുടെ അച്ഛന്റെ അമ്മയുടെ ഒന്നും തന്നെ പേര് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവർക്കും പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സർ നെയിം ഉണ്ടായിരുന്നില്ല. അതും അവരെല്ലാം തന്നെ ഏകദേശം 12-13 വയസ്സുള്ള ടൈമിലാണ് ആ ഒരു ഹോസ്റ്റലിലും സ്കൂളിലും ഒക്കെ ചേർന്ന് പഠിക്കാൻ ചെന്നത്. സെപ്റ്റംബർ മാസമായിരുന്നു അവരെല്ലാവരും അഡ്മിഷൻ എടുത്തത്. അതും സെപ്റ്റംബർ 1 മുതൽ 10 വരെയുള്ള അടുത്തടുത്ത തീയതികളിൽ. സാധാരണ ജൂൺ തുറക്കുമ്പോഴാണല്ലോ അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷെ ഇവരെല്ലാവരും സെപ്റ്റംബറിൽ അടുത്തടുത്ത തീയതികളിൽ വന്നത് ഇവരുടെ ഉള്ളിൽ ഡൗട്ടുകൾ ഉണ്ടാക്കി. സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ അവരെ അവിടെ കൊണ്ട് ചേർക്കണമെങ്കിൽ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആരെങ്കിലും വേണം. അങ്ങനെ ആരും തന്നെ അവരുടെ കൂടെ പോയിട്ടുമില്ല. അങ്ങനെയെങ്കിൽ അവരെങ്ങനെ ഇത്രയും കാലം പഠിച്ചു വളർന്നു വലുതായി എന്നും അതിനുള്ള കാശ് എവിടെ നിന്ന് വന്നു എന്നും കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവരെല്ലാം തന്നെ ഒരു ട്രസ്റ്റിന്റെ സഹായത്തോടു കൂടിയാണ് അഡ്മിഷൻ എടുത്തതെന്നും പഠിച്ചതെന്നും. ആ ഒരു ട്രസ്റ്റ് നടത്തുന്നതാകട്ടെ പ്രേമവതയുമായിരുന്നു. അതോടുകൂടി തന്നെ അവർ ഈ പെൺകുട്ടികളെ അറിയില്ല എന്ന് പറഞ്ഞത് കള്ളമാണെന്ന് ചക്കരയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് പ്രേമവതയ്ക്കെതിരെയുള്ള തെളിവുകളുമായിട്ട് സക്കര അവരെ കാണാൻ പോകുന്നു. ആ സ്ത്രീ സക്കരയോട് പറയുന്നുണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ കാര്യങ്ങൾ തനിക്ക് മറക്കാൻ പറ്റില്ല എന്ന്. ചെല്ലപ്പ എല്ലാവരുടെയും മുൻപിൽ നല്ല മാന്യനാണ്, പക്ഷെ അയാളുടെ യഥാർത്ഥ മുഖം ആർക്കും അറിയില്ല എന്ന്. ഒരു ദിവസം രാത്രി ആ ലാൻഡിന്റെ കാര്യവും പറഞ്ഞിട്ട് അയാൾ എന്റെ വീട്ടിലേക്ക് വന്നു. ആ കേസിന്റെ ഒരുപാട് തെളിവുകൾ അയാളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നും അതുമായിട്ട് അയാൾ മുന്നോട്ട് പോകുമെന്നും പറയുന്നുണ്ട്. എന്നാൽ ആ കേസിൽ നിന്നും അയാൾ പിന്മാറാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഞാൻ കാശ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ചെല്ലപ്പ പറയുന്നുണ്ട് തനിക്ക് കാശൊന്നും വേണ്ടെന്ന്, പകരം മറ്റൊരു കാര്യം ചെയ്തു തരണം. താൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചെല്ലപ്പ അവരെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ പുറത്ത് നിർത്തിയിട്ടിരുന്ന അയാളുടെ വാനിന്റെ ബാക്ക് ഡോർ തുറന്നു കാണിക്കുന്നു. അതിൽ പേടിച്ചരണ്ട് 8 പെൺകുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു. അത് കണ്ടതും പ്രിയമത ഞെട്ടി. നിങ്ങൾ ഈ പെൺകുട്ടികളെ എന്താണ് ചെയ്തതെന്നും ഇവരൊക്കെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ചെല്ലപ്പ പറയുന്നുണ്ട് അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല
സാധ്യമല്ലാന്ന്. ഈ പെൺകുട്ടികൾ ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. നിന്റെ ട്രസ്റ്റിന്റെ കീഴിൽ അവരെ പല സ്ഥലങ്ങളിലേക്ക് ആക്കണം. പരസ്പരം അവര് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നോ അവര് ഞാനുമായിട്ട് കണക്റ്റഡ് ആണെന്നോ ആരും തന്നെ അറിയാൻ പാടില്ല. അവരുടെ വിദ്യാഭ്യാസം എല്ലാം തന്നെ നിങ്ങളുടെ ട്രസ്റ്റിന്റെ കീഴിൽ നടക്കണം. എന്നാൽ അവരെല്ലാവരും എവിടെയാണെന്ന് എനിക്ക് അറിയുകയും വേണം. എനിക്ക് അവരെ എപ്പോ തനിച്ച് കാണാൻ തോന്നുന്നു അപ്പോഴെല്ലാം എനിക്ക് വന്ന് കാണാനും പറ്റണം. അയാളുടെ ഈ സംസാരം എല്ലാം കേട്ടതോടുകൂടി പ്രിയംവദയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അയാളുടെ ഉദ്ദേശം ശരിയല്ല എന്ന്. എന്റെ മനസാക്ഷി ഇതിന് സമ്മതിക്കില്ല എന്ന് പ്രിയംവദ പറഞ്ഞതും അയാൾ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിരന്തരം നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് എടുത്തുകൊണ്ടേയിരിക്കുമെന്നും സ്വസ്ഥമായിട്ട് നിങ്ങളെ ജീവിക്കാൻ വിടില്ല എന്നും. അതോടുകൂടി പ്രിയംവദയ്ക്ക് അത് സമ്മതിക്കേണ്ടതായി വരികയാണ്. ആ പെൺകുട്ടികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇത്രയും കാലം ഞാൻ പുറത്തുവിടാതിരുന്നത് തന്നെ അയാളെ പേടിച്ചിട്ടായിരുന്നു. കാരണം അയാൾ ഇടയ്ക്കിടയ്ക്ക് ആ ലാൻഡിന്റെ പേരിൽ ഓരോരോ കേസുകൾ എന്റെ മേൽ ചുമത്തിക്കൊണ്ടേയിരുന്നു. ഇപ്പൊ ഇത് ധൈര്യമായിട്ട് പറയുന്നത് തന്നെ അയാൾ മരിച്ചതുകൊണ്ടാണ്. ഇത് കേട്ടതും സക്കര ആകെ തളർന്നുപോയി. ഈ 8 പെൺകുട്ടികളെയും ചെല്ലപ്പ സെക്ഷലി അബ്യൂസ് ചെയ്യുകയായിരുന്നു എന്നുള്ള സത്യം അവന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പ്രിയമത സക്കരയോട് പറയുന്നുണ്ട്, ആ 8 പെൺകുട്ടികളും ഒരുമിച്ച് ചേർന്നിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും അവരെ ഉപദ്രവിച്ച ആ രാക്ഷസനെ കൊന്നത്. അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണോ എന്നും അവർ ചോദിക്കുന്നു. സക്കരയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അതേസമയം ജയിലിലാകട്ടെ സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്ന നന്ദിനി നോക്കുമ്പോ മുപ്പിയും വീര അവിടെ ഉണ്ടായിരുന്നില്ല. അവൾ സെല്ലിന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ആ പെൺകുട്ടികളെല്ലാം തന്നെ ഒളിച്ച് എങ്ങോട്ടോ പോകുന്നത് കാണുന്നുണ്ട്. ആളൊഴിഞ്ഞു കിടന്ന ആ കെട്ടിടത്തിലേക്കായിരുന്നു അവരെല്ലാവരും പോകുന്നത്. നന്ദിനി പോയി നോക്കുമ്പോ കാണുന്നത് ആ പെൺകുട്ടികളെല്ലാം തന്നെ വട്ടമിട്ടിരുന്ന് കൈകോർത്തു പിടിച്ച് അലറി കരയുന്നതായിരുന്നു. അവരെ അങ്ങനെ ഒരു രൂപത്തിൽ കണ്ടതോടുകൂടി നന്ദിനി ആകെ പേടിച്ചു പോകുന്നു. ഇതിലൂടെ തന്നെ ഈ 8 പെൺകുട്ടികളും പ്ലാൻ ചെയ്ത് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഇവിടെയാണ് ഈ സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇതുവരെയുള്ള സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.